ഫയലുകൾ വിളിച്ചു വരുത്താൻ അധികാരമുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിയമസഭാ സമിതിക്ക് നൽകിയ മറുപടിയിലാണ് ഇഡി ഇക്കാര്യം വ്യക്തമാക്കിയത്. ലൈഫ് മിഷന്റെ ഫയലുകൾ ആവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് സമൻസ് അയച്ചത് നിയമസഭയോടുള്ള അനാദരവല്ലെന്നും ഇഡി വിശദീകരിക്കും. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളിൽ കള്ളപ്പണ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ക്രമക്കേട് പ്രഥമദൃഷ്ട്യാ ബോധ്യമായിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ചില പദ്ധതികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള വലിയ ശൃംഖല പ്രവർത്തിക്കുന്നതായും വ്യക്തമായിട്ടുണ്ട്. ഇതിന്റെ വിശദമായ അന്വേഷണത്തിനായാണ് കൂടുതൽ രേഖകൾ ആവശ്യപ്പെട്ടതെന്ന് ഇഡി വ്യക്തമാക്കുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം അനുസരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണവുമായി സഹകരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ബാധ്യസ്ഥമാണ്. 1908 സിവിൽ പ്രൊസീജിയർ കോഡ് പ്രകാരം സിവിൽ കോടതിക്ക് തുല്യമായ അധികാരങ്ങൾ ഇഡി ഡയറക്ടർക്കുണ്ട്. അതിനാൽ ഫയലുകൾ വിളിച്ചു വരുത്തുവാനും തെളിവെടുക്കാനും ചോദ്യം ചെയ്യാനും കഴിയും. സമൻസ് പുറപ്പെടുവിച്ചു എന്നതുകൊണ്ട് പദ്ധതി തടസ്സപ്പെടുന്നില്ല, അത് നിർത്തിവെക്കേണ്ടതുമില്ല. ഇത് നിയമസഭയോടുള്ള അനാദരവോ സഭയുടെ അധികാരങ്ങളുള്ള കടന്നുകയറ്റമോ അല്ല. ലൈഫ് മിഷൻ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായ ഒരു സ്ഥാപനം മാത്രമാണ്. അതിനാൽ നിയമസഭയ്ക്കുള്ള സവിശേഷമായ അധികാരങ്ങൾ ലൈഫ് മിഷനില്ല. അന്വേഷണ ഏജൻസികളോട് സഹകരിക്കുന്നത് സർക്കാരിന് കീഴിലുള്ള സ്ഥാപനത്തിന്റെ മഹത്വം വർദ്ധിപ്പിക്കുമെന്ന് ഇഡി ചൂണ്ടിക്കാട്ടുന്നു. ലൈഫ് മിഷന് കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാടുമായി ബന്ധമില്ലെന്ന് തെളിയിക്കാനും അന്വേഷണം ആവശ്യമാണ്. വസ്തുതകൾ മറച്ചുവെക്കുക, ഇല്ലാത്ത അധികാരങ്ങൾ ഉപയോഗിക്കുക തുടങ്ങിയ നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ കത്തിൽ ഇഡി നിയമസഭാ കമ്മിറ്റിയോട് അഭ്യർത്ഥിക്കുന്നു. എൻ ശ്രീനാഥ്, ന്യൂസ് 18 കൊച്ചി. കേന്ദ്ര ഏജൻസികൾക്കെതിരെ നിയമസഭയ്ക്ക് ഒന്നും ചെയ്യാനാവില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. നിയമസഭയെ സർക്കാർ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുകയാണ്. പ്രതിപക്ഷ എംഎൽഎമാർക്കെതിരെ കള്ളക്കേസെടുക്കുന്നു. ഇതിനെ ശക്തമായി നേരിടും. കമറുദ്ദീനെതിരെയുള്ള കേസ് അന്വേഷിക്കട്ടെ എന്നും ചെന്നിത്തല പറഞ്ഞു. രാഷ്ട്രീയ പ്രതികാരം തീർക്കുന്നതിന്റെ ഫലമായി കെ.എം. ഷാജിക്കെതിരായി നിരവധിയായ എംഎൽഎമാർക്കെതിരായി കള്ളക്കേസുകൾ ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. MC കമറുദ്ദീൻ അഴിമതി നടത്തിയതായി ആരും പറയുന്നില്ല. അദ്ദേഹം ഒരു സ്ഥാപനം നടത്തി, ആ സ്ഥാപനം പൊട്ടിപ്പോയി. അതിന് അദ്ദേഹത്തിന്റെ പേരിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കട്ടെ, അതിനോട് ആരും എതിർത്തിട്ടില്ലല്ലോ. ഞങ്ങൾ അതിനെയല്ല, ഈ സംസ്ഥാന ഗവൺമെന്റ് ആളുകളുടെ പേരിൽ അനാവശ്യമായ രാഷ്ട്രീയ പ്രേരിതമായ കേസെടുക്കുകയാണ്. സംസ്ഥാനത്തെ സർക്കാരിന്റെ അഴിമതികൾ പുറത്തു കൊണ്ടുവരുന്നവരെ എതിരായി രാഷ്ട്രീയ പ്രേരിതമായ കേസെടുക്കുകയാണ്, അറസ്റ്റ് ചെയ്യാൻ നോക്കുകയാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനൊക്കെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. UAE കോൺസുലേറ്റ് വഴി സാമൂഹ്യനീതി വകുപ്പ് ഈന്തപ്പഴം വിതരണം ചെയ്തത് M. ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരമെന്ന് വിവരാവകാശ രേഖ. വിവിധയിടങ്ങളിലായി 9,973.5 കിലോ ഈന്തപ്പഴം വിതരണം ചെയ്തതായി സാമൂഹ്യനീതി വകുപ്പ് നൽകിയ മറുപടിയിൽ വ്യക്തമാക്കുന്നു. 39,894 പേർക്ക് 250 ഗ്രാം വീതം 9,973.5 കിലോ ഈന്തപ്പഴമാണ് സാമൂഹ്യനീതി വകുപ്പ് വിതരണം ചെയ്തത്. ഇത് IT സെക്രട്ടറി ആയിരുന്ന M. ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്നാണ് സാമൂഹ്യനീതി വകുപ്പ് രേഖാമൂലം അറിയിക്കുന്നത്. സാമൂഹ്യനീതി വകുപ്പിനോട് IT സെക്രട്ടറി ഈന്തപ്പഴ വിതരണത്തിന് നിർദ്ദേശിച്ചതിന്റെ കാരണങ്ങളെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചു വരികയാണെന്നാണ് സൂചന. ഈന്തപ്പഴം നികുതിയില്ലാതെ UAEയിൽ നിന്ന് എത്തിച്ച ശേഷം പുറത്ത് വിതരണം ചെയ്തതിൽ ചട്ടലംഘനം നടന്നതായാണ് കസ്റ്റംസ് വിലയിരുത്തൽ. സാമൂഹ്യനീതി വകുപ്പിന് കീഴിലെ സ്ഥാപനങ്ങളിൽ വിതരണം ചെയ്തതിന് പുറമെ സ്വപ്നയ്ക്ക് പരിചയമുള്ള ഉദ്യോഗസ്ഥർക്കും വ്യക്തികൾക്കും ഈന്തപ്പഴം വിതരണം ചെയ്തതായും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. വാണിജ്യ ആവശ്യത്തിനല്ലാതെ ഈന്തപ്പഴം ഇറക്കുമതി ചെയ്തതിൽ അസ്വാഭാവികത ഉണ്ടെന്നാണ് കസ്റ്റംസിന്റെ വിലയിരുത്തൽ. ന്യൂസ് 18 തിരുവനന്തപുരം. ബിനീഷ് കോടിയേരിയുടെ ബെനാമികൾ എന്ന് കരുതുന്ന 4 പേർക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചു. ഈ മാസം 18-ന് ബംഗളൂരു ED ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. ബിനീഷിന്റെ ഡ്രൈവർ അനിക്കുട്ടൻ, തിരുവനന്തപുരം കാർ പാലസ് ഉടമ അബ്ദുൽ ലത്തീഫ്, റഷീദ് അരുൺ എന്നിവർക്കാണ് നോട്ടീസ് അയച്ചത്. ലഹരി കടത്ത് കേസിൽ പ്രതിയായ അനു മുഹമ്മദിന്റെ അക്കൗണ്ടിലേക്ക് 20 തവണ അരുൺ പണം അയച്ചതായി ED കണ്ടെത്തിയിരുന്നു. 18-ന് തന്നെയാണ് ബിനീഷ് കോടിയേരിയുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത്. CAGയെ കൂട്ടുപിടിച്ച് കിഫ്ബിക്കെതിരെ രാഷ്ട്രീയ ഗൂഢാലോചന നടക്കുന്നതായി ധനമന്ത്രി തോമസ് ഐസക്. സർക്കാർ CAGയ്ക്ക് നൽകിയ കത്ത് പ്രതിപക്ഷത്തിന് എങ്ങനെ ലഭിച്ചുവെന്നും ഐസക് ചോദിച്ചു. കിഫ്ബിയിലെ അഴിമതി കഥകൾ പുറത്തുവന്നതിലെ ഹാലിളക്കമാണ് ധനമന്ത്രിക്കെന്ന് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. സർക്കാർ CAGയ്ക്ക് നൽകിയ കത്ത് പ്രതിപക്ഷ നേതാവിന് ചോർത്തിയെന്ന ഗുരുതര ആരോപണമാണ് ധനമന്ത്രി ഉന്നയിക്കുന്നത്.
കിഫ്ബിയെ തകർക്കാൻ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് നടക്കുന്നത്. കേരളത്തെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ വരുതിയിലാക്കാമെന്ന് CAG കരുതേണ്ടെന്നും ധനമന്ത്രി തുറന്നടിച്ചു. കോൺഗ്രസും BJPയും നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ഗൂഢാലോചന മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സംസ്ഥാനത്തിനെതിരായിട്ട്, സംസ്ഥാനത്തിന്റെ വികസനത്തിനെതിരായിട്ട് ഒരു ഭരണഘടനാ സ്ഥാപനം തന്നെ പ്രത്യക്ഷമായിട്ട് നീങ്ങുന്നു എന്നുള്ള സ്ഥിതിവിശേഷം ഈ പുതിയ റിപ്പോർട്ട് സൃഷ്ടിച്ചിരിക്കുകയാണ് എന്നുള്ളത് കൊണ്ടാണ് ധനമന്ത്രിയായ ഞാൻ സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പരസ്യമായിട്ട് ഇത്തരത്തിൽ ഒരു നിലപാട് ഈ റിപ്പോർട്ട് സംബന്ധിച്ചെടുക്കുന്നത്. കിഫ്ബിയിലെ അഴിമതി കഥകൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ ധനമന്ത്രി മുൻകൂർ ജാമ്യമെടുക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. CAG തയ്യാറാക്കിയ കരട് റിപ്പോർട്ട് നിയമസഭയിൽ എത്തും മുമ്പ് ധനമന്ത്രി പുറത്തുവിട്ടത് സത്യപ്രതിജ്ഞാ ലംഘനമാണ്. CAGയുമായി ഒരു തരത്തിലുള്ള ആശയവിനിമയവും നടത്തിയിട്ടില്ല. നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കാത്ത ഏത് റിപ്പോർട്ടിനെ പറ്റിയാണ്, എങ്ങനെയാണ് ധനകാര്യമന്ത്രിക്ക് പരാമർശിക്കാൻ കഴിയുന്നത് എന്നെനിക്ക് വ്യക്തമാകുന്നില്ല. ഇവിടെ ധനകാര്യമന്ത്രി ഗുരുതരമായ ചട്ടലംഘനമാണ് നടത്തിയിട്ടുള്ളത്, നിയമലംഘനമാണ് നടത്തിയിട്ടുള്ളത്. ധനകാര്യമന്ത്രി ഹാലിളകുന്നത് തൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന, കിഫ്ബിയിൽ നടക്കുന്ന കൊള്ളകൾ, അഴിമതികൾ CAG കണ്ടെത്തുന്നു എന്നുള്ള ഇതുകൊണ്ടാണ്. CAG റിപ്പോർട്ടിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുത്തിയെന്നാരോപിച്ച് ധനമന്ത്രിക്കെതിരെ സ്പീക്കർക്ക് അവകാശലംഘന നോട്ടീസ് നൽകുമെന്നും പ്രതിപക്ഷം അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. കേരള ബാങ്കിനെതിരെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ബാങ്കിന്റെ ശാഖകൾക്ക് റിസർവ് ബാങ്കിന്റെ അനുമതിയില്ല. കേരള ബാങ്ക് എന്ന പേരിനും റിസർവ് ബാങ്ക് അംഗീകാരം നൽകിയിട്ടില്ല. ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണത്തിന് ആരാണ് ഉത്തരവാദി? സംസ്ഥാന സർക്കാരിന്റെ ആവശ്യങ്ങൾക്കായി പണം ലഭ്യമാക്കാനാണ് കേരള ബാങ്ക്. സർക്കാർ സഹകരണ മേഖലയെ വരുതിയിലാക്കുകയാണെന്നും വി മുരളീധരൻ കുറ്റപ്പെടുത്തി. നിക്ഷേപകരുടെ താൽപര്യം സംരക്ഷിക്കാൻ വേണ്ടി എടുക്കുന്ന നടപടി സഹകരണ മേഖലയെ തകർക്കുന്നു എന്നുള്ള പ്രചരണം നടത്തുന്നവർ കേരളത്തിൽ ബാങ്കിംഗ് മേഖലയുടെ പേരിൽ, ബാങ്കിംഗ് മേഖലയിൽ നടത്തുന്ന പരിഷ്കാരങ്ങളുടെ പേരിൽ ഈ നാട്ടിലെ സാധാരണക്കാരനെ മുഴുവൻ തന്നെ കബളിപ്പിക്കുകയാണ്. 20 ബാങ്കിന് 20 ശാഖക്ക് അനുവാദം നൽകിയിട്ടുള്ള സ്ഥലത്ത് 749 ശാഖ തുടങ്ങാൻ ആരധികാരം നൽകി? ഈ കേരള ബാങ്കും കൊണ്ട് നടക്കുന്ന ആളുകൾക്ക്. KM ഷാജിക്കെതിരായ അന്വേഷണ ഏജൻസികളുടെ നടപടിയെ പ്രതിരോധിക്കാൻ മുസ്ലിം ലീഗ്. പ്രതികാര ബുദ്ധിയോടെയാണ് സർക്കാർ കേസുകൾ എടുക്കുന്നതെന്ന് ലീഗ് ഉന്നതാധികാര സമിതി വിലയിരുത്തി. KM ഷാജി MLA യോഗത്തിലേക്ക് വിളിച്ചു വരുത്തി വിശദീകരണം തേടിയ ശേഷമാണ് ലീഗ് നിലപാട്. പാണക്കാട് ചേർന്ന ലീഗ് ഉന്നതാധികാര സമിതി യോഗത്തിലേക്ക് വിളിച്ചു വരുത്തിയാണ് ലീഗ് നേതൃത്വം KM ഷാജിയിൽ നിന്നും വിശദീകരണം തേടിയത്. ഷാജിയുടെ വിശദീകരണം തൃപ്തികരമെന്ന് നേതൃത്വം വിലയിരുത്തി. വിജിലൻസ് കേസ് രാഷ്ട്രീയ പ്രേരിതമാണ്. പോലീസിനെ ദുരുപയോഗം ചെയ്ത്, വിജിലൻസിനെയൊക്കെ ദുരുപയോഗം ചെയ്ത്, വിജിലൻസ് കേസും അതുപോലെ തന്നെ മറ്റു പല കേസുകളും, ലോ ആൻഡ് ഓർഡർ കേസും മറ്റു പല കേസുകളും ഉണ്ടാക്കി വെഞ്ചൻസ്, ഒരു പ്രതികാരം ചെയ്യുന്ന തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഷാജിക്കെതിരെ എൻഫോഴ്സ്മെന്റ് അന്വേഷണത്തെക്കുറിച്ചുള്ള PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം ഇങ്ങനെ: കേസ് കണ്ട് പതറുന്ന പാർട്ടിയല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. വിജിലൻസ് അന്വേഷണം ആസൂത്രിതമാണെന്ന് പറഞ്ഞ KM ഷാജി ED അന്വേഷണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഒഴിഞ്ഞുമാറി. വിജിലൻസ് അന്വേഷണം ആസൂത്രിതമെന്നാണ് ആക്ഷേപം. പറഞ്ഞല്ലോ, ആസൂത്രിതമാണ്, 100% ആസൂത്രിതമാണ്. നേരത്തെ MC കമറുദ്ദീനും പാർട്ടി പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ആരോപണങ്ങളെ രാഷ്ട്രീയമായി നേരിടാതെ പ്രതികാര ബുദ്ധിയോടെ കേസെടുത്ത് പകരം വീട്ടുകയാണ് സർക്കാർ ചെയ്യുന്നതെന്ന് ലീഗ് ആരോപിക്കുന്നു. ന്യൂസ് 18 മലപ്പുറം. സംസ്ഥാനത്ത് നിന്ന് 6357 പേർക്ക് കോവിഡ്. 5542 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 645 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ചവരിൽ 107 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 63 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. 860 പേർക്കാണ് ജില്ലയിൽ രോഗം ബാധിച്ചത്. തൃശൂർ ജില്ലയിൽ 759 പേർക്കും കോഴിക്കോട് ജില്ലയിൽ 710 പേർക്കും വൈറസ് ബാധയുണ്ടായി. 26 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 1848ആയി. ജമ്മു കശ്മീർ അതിർത്തിയിൽ വെടിനിർത്തൽ ലംഘനം നടത്തിയതിനെ തുടർന്ന് ഇന്ത്യ പാക് ഹൈക്കമ്മീഷനെ വിളിപ്പിച്ചു.
ഇന്ത്യയുടെ ശക്തമായ എതിർപ്പ് വിദേശകാര്യ മന്ത്രാലയം പാക് ഹൈക്കമ്മീഷനെ അറിയിച്ചു. നിയന്ത്രണ രേഖയിലെ വെടിവയ്പിലൂടെ ജമ്മുകാശ്മീരിലെ സമാധാനം തകർക്കാനും അക്രമങ്ങൾ നടത്താനുമാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. ഉത്സവ സീസണിൽ നടത്തിയ പ്രകോപനം അപലപനീയമാണ്. നിരപരാധികളായ ജനങ്ങളെ പാകിസ്ഥാൻ സൈന്യം മനഃപൂർവ്വം ലക്ഷ്യമിടുന്നു. നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ ശക്തമായി ചെറുക്കുമെന്നും ഇന്ത്യ മുന്നറിയിപ്പ് നൽകി. പാകിസ്ഥാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുന്നറിയിപ്പ്. അതിർത്തിയിൽ കടന്നു കയറാനുള്ള ശ്രമങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകും. അതിർത്തി കാക്കുന്നതിൽ നിന്ന് ഇന്ത്യൻ സൈന്യത്തെ തടയാൻ ഒരു ശക്തിക്കുമാകില്ല. രാജ്യമാകെ സൈനികർക്കൊപ്പമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ സൈനികർക്കൊപ്പം ദീപാവലി ആഘോഷിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഭാരത് മാതാ കി രാവിലെ 9:30 വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ ജയ്സാൽമീറിലെ അതിർത്തിയിലെത്തിയ മോദി സൈനികരെ അഭിസംബോധന ചെയ്തു. സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്ത്, കരസേനാ മേധാവി മനോജ് മുകുന്ദ് നരാവെ, BSF ഡയറക്ടർ ജനറൽ രാകേഷ് അസ്താന എന്നിവരും മോദിയെ അനുഗമിച്ചു. ഇന്ത്യയുടെ കഴിവിനെ ആരെങ്കിലും പരീക്ഷിക്കാൻ നോക്കിയാൽ അതേ ശക്തിയിൽ രാജ്യം മറുപടി നൽകുമെന്ന് പ്രധാനമന്ത്രി പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി. हमें आजमाने की कोशिश की, फिर तो जवाब भी उतना ही प्रचंड मिलेगा. साथियों, देश की अखंडता देशवासियों की एकता पर निर्भर करती है. शांति, एकता, सद्भावना देश के भीतर देश की अखंडता को ऊर्जा देती है. ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പരിശ്രമിക്കുകയാണെന്നും രാജ്യത്തു തന്നെ നിർമ്മിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കാനാണ് ശ്രമമെന്നും ചൈനയെ ലക്ഷ്യം വെച്ചും മോദി പറഞ്ഞു. ജമ്മു കാശ്മീർ അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം തുടരുന്നതിനിടെയാണ് പ്രധാനമന്ത്രി 7ാം വർഷവും സൈനികർക്കൊപ്പം ദീപാവലി ആഘോഷിക്കുന്നത്. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. കൈകളുടെ ശുചിത്വം അതിപ്രധാനമായ നാളുകളാണിത്. ഒരു ദിവസം എത്രയോ തവണ നമ്മൾ കൈ കഴുകുന്നു. എന്നാൽ ലക്ഷക്കണക്കിന് ആളുകളാണ് നമ്മുടെ രാജ്യത്ത് നിത്യാവശ്യങ്ങൾക്ക് പോലും ശുദ്ധജലം ലഭിക്കാത്തവരായി ഉള്ളത്. If we take that as a base point, then there's a huge set of people who are living in insanitary conditions and cramped housing, right? They all depend on public sources and shared sources for water collection. In such a scenario where you spend about on an average 30 minutes to fetch water, to expect that they will use that water for hand hygiene purposes, I think it's a far-reaching assumption. So one of the key things that government as well as these RONAS partners actually put together a lot of effort with civil society is to put mobile hand washing stations across various of these urban poor settlements. Take a moment to give you an example from Orissa. One bucket is to give land rights. So they are giving land rights, they've already given land rights to more than 60,000 slum households, which then in turn enables them to upgrade their housing, access many of the government subsidies. The second important mission that they are undertaking is called Basudha, which is state program translation of Har Ghar Jal. And they are not isolating slums and non-slum areas in a city. And I think that's the way to go forward if we kind of thinking a long-term perspective. That's how we will have more resilience, create more resilience in the city. കാസർഗോഡ് കുഞ്ചത്തൂരിൽ ഭിന്നശേഷിക്കാരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഭാര്യയും കാമുകനും കസ്റ്റഡിയിൽ. കർണാടക രാമപൂർ സ്വദേശിയും തലപ്പാടി ദേവിപുരയിൽ താമസക്കാരനുമായ ഹനുമന്തയാണ് കൊല്ലപ്പെട്ടത്. ഹനുമന്തയെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയ ശേഷം വീട്ടിൽ നിന്ന് 6 കിലോമീറ്റർ അകലെ റോഡിൽ ഉപേക്ഷിക്കുകയായിരുന്നു. വാഹനാപകടത്തിൽ ഹനുമന്ത മരിച്ചുവെന്ന് വരുത്തി തീർക്കാനായിരുന്നു പ്രതികളുടെ ശ്രമം. എന്നാൽ അയൽക്കാരുടെ മൊഴി കേസിൽ നിർണായകമായെന്ന് മഞ്ചേശ്വരം CI ഷൈൻ പറഞ്ഞു. പ്രതികളുടെ അറസ്റ്റ് നാളെ രേഖപ്പെടുത്തുമെന്നും പോലീസ് പറഞ്ഞു. മഹാരാഷ്ട്രയിലെ സത്താറയിൽ വാഹനാപകടത്തിൽ 5 മലയാളികൾ മരിച്ചു. 8 പേർക്ക് പരിക്കേറ്റു. മരിച്ചവരിൽ 3 പേർ ഒരു കുടുംബത്തിൽ നിന്നുള്ളവരാണ്. ഇവർ സഞ്ചരിച്ചിരുന്ന ട്രാവലർ നദിയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. തൃശൂർ സ്വദേശി മധുസൂദനൻ നായർ, ഭാര്യ ഉമാ നായർ, മകൻ ആദിത്യ നായർ, ഇവരുടെ സുഹൃത്ത് സാജൻ, മകൻ ആരവ് എന്നിവരാണ് മരിച്ചത്. മുംബൈയിൽ നിന്ന് ഗോവയിലേക്ക് പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരിൽ 2 പേരുടെ നില ഗുരുതരമാണ്.
നാട്ടിലെങ്ങും വോട്ടങ്കം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് പാർട്ടി സെക്രട്ടറി മാറേണ്ടി വന്ന രാഷ്ട്രീയ സാഹചര്യം കീഴ്ഘടകങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് CPM നേരിടുന്ന വെല്ലുവിളി. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് കോടിയേരി ബാലകൃഷ്ണന്റെ മാറ്റമെന്ന വിശദീകരണം പ്രവർത്തകരിൽ ആശയക്കുഴപ്പമുണ്ടാക്കുമോ എന്ന ആശങ്ക നേതൃത്വത്തിനുണ്ട്. കോടിയേരിയുടെ പദവി ഒഴിയലിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യം പ്രതിപക്ഷം കൂടുതൽ ശക്തമായി ഉന്നയിച്ചും തുടങ്ങി. അസാധാരണ പ്രതിസന്ധിയാണ് CPMന് മുന്നിൽ. പാർട്ടി സെക്രട്ടറിയുടെ മകന്റെ കേസുകളിൽ പാർട്ടിക്ക് ബന്ധമില്ലെന്ന് പ്രവർത്തകർ വിശദീകരിച്ചു വരുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായുള്ള കോടിയേരിയുടെ പിന്മാറ്റം. ആരോഗ്യ പ്രശ്നങ്ങളാണ് കാരണങ്ങളെന്ന നേതൃത്വത്തിന്റെ വിശദീകരണം കീഴ്ഘടകങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ആദ്യ വെല്ലുവിളി. The statement issued by the Secretariat is complete and very self-explanatory. There is nothing more to add to that. മകനുമായി ബന്ധപ്പെട്ട വിവാദം പാർട്ടിക്ക് പ്രതിസന്ധിയാവരുത് എന്ന വിലയിരുത്തൽ കോടിയേരിയുടെ പിന്മാറ്റത്തിന് കാരണമായിട്ടുണ്ടാവാം. പക്ഷേ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നേതൃത്വത്തിലെ പ്രധാന മാറ്റം വിപരീത ഫലമുണ്ടാക്കുമോ എന്ന ആശങ്ക പല CPM നേതാക്കൾക്കുമുണ്ട്. അണികളിലുണ്ടാവുന്ന ആശയക്കുഴപ്പം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിക്കുമോ എന്ന ആശങ്കയുമുണ്ട്. അതേസമയം കോടിയേരിയുടെ സ്ഥാനമൊഴിയൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള അവസരമായിട്ടാണ് പ്രതിപക്ഷം കാണുന്നത്. കേവലം പാർട്ടി സെക്രട്ടറിയോട് ഒഴിഞ്ഞു നിൽക്കുക മാത്രമല്ല, ഇവിടെ നടന്നിരിക്കുന്ന എല്ലാ അഴിമതിയുടെയും ക്രമക്കേടുകളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ആ ധാർമ്മിക ഉത്തരവാദിത്തം എന്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് രാജി സമർപ്പിക്കലാണ് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPMലെ അസാധാരണ മാറ്റങ്ങളിൽ കൂടുതൽ പ്രതികരണം മറ്റു നേതാക്കളിൽ നിന്നും ഉണ്ടായിട്ടില്ല. വേറൊന്നിലേക്ക് മാറി ഇതേ സംബന്ധിച്ച് ഞാൻ എന്ത് വേണമെങ്കിലും പ്രതികരിക്കാൻ തയ്യാറാണ്. CPMന്റെ ആഭ്യന്തര വിഷയമെന്ന നിലപാടാണ് CPI സ്വീകരിച്ചത്. താൽക്കാലിക സെക്രട്ടറി ആണെങ്കിലും വിജയരാഘവന് മുന്നിലും വെല്ലുവിളികൾ പലതുണ്ട്. സർക്കാരും മുഖ്യമന്ത്രിയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ പെടുമ്പോൾ അസാധാരണ മെയ്വഴക്കം പ്രകടിപ്പിക്കാറുള്ള കോടിയേരിയുടെ പിൻഗാമിയാവാൻ വിജയരാഘവൻ ഏറെ പണിപ്പെടേണ്ടി വരും. സങ്കീർണമായ ഇടതുമുന്നണി രാഷ്ട്രീയത്തിൽ ഘടകകക്ഷികളെ ഒന്നിപ്പിച്ചു നിർത്തുക എന്നതും പ്രധാന വെല്ലുവിളിയാകും. TG സജിത്, ന്യൂസ് 18, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ കേരള കോൺഗ്രസിനെ ചൊല്ലി CPM-CPI തർക്കം. കോട്ടയം ജില്ലയിലെ മുഖ്യ പാർട്ടി കേരള കോൺഗ്രസ് ആണെന്ന CPM ജില്ലാ സെക്രട്ടറി VN വാസവന്റെ അഭിപ്രായം തള്ളി CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ രംഗത്തെത്തി. തദ്ദേശ സീറ്റ് വിഭജനത്തിനും ജില്ലയിൽ LDF-ൽ തർക്കം തുടരുകയാണ്. കോട്ടയം ജില്ലയിൽ CPM കഴിഞ്ഞാൽ ശക്തിയുള്ള പാർട്ടി കേരള കോൺഗ്രസ് ആണെന്ന് CPM ജില്ലാ സെക്രട്ടറി VN വാസവൻ അഭിപ്രായപ്പെട്ടിരുന്നു. വാസവന്റെ അഭിപ്രായത്തെ പരസ്യമായി തള്ളിപ്പറഞ്ഞ് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. LDF-ലെ രണ്ടാം കക്ഷി CPI തന്നെയാണ്. VN വാസവന്റെ അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് ഞങ്ങൾ യോജിക്കുന്നില്ല. കോട്ടയത്തിന്റെ മാത്രം എടുത്താൽ കോട്ടയത്തെ മുഖ്യ കക്ഷി കേരള കോൺഗ്രസ് ആണ് എന്ന് ചില കേരള കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നു. ഞങ്ങൾ അതിനോട് യോജിക്കുന്നില്ല. അത് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. CPIയും CPM-ഉം ഉൾപ്പെടെ കേരളത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടികൾ ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്ന പാർട്ടികൾ കണക്കാക്കുന്നത്. ജില്ലാ പഞ്ചായത്തിലടക്കം ജോസ് വിഭാഗത്തിന്റെ മുന്നണി പ്രവേശനത്തെ തുടർന്ന് സീറ്റ് തർക്കം രൂക്ഷമാണ്. മറ്റു മുന്നണികൾ പ്രചാരണവുമായി മുന്നോട്ടു പോകുമ്പോൾ LDF-ൽ ചർച്ചകൾ എങ്ങും എത്തിയിട്ടില്ല. ജോസ് കെ മാണി വിഭാഗം കൂടുതൽ സീറ്റുകൾ പലയിടത്തും ആവശ്യപ്പെട്ടതാണ് തർക്കങ്ങൾക്ക് കാരണം. വിട്ടുവീഴ്ച ചെയ്യാൻ CPM-ഉം CPI-യും ഇതുവരെ തയ്യാറായിട്ടില്ല. ഓരോ വാർത്ത അവരവരുടെ ഭാവനകൾക്കനുസരിച്ച് കൊടുക്കുന്ന ഞങ്ങളിലൊരു സങ്കീർണമായ പ്രശ്നമോ അസംതൃപ്തികളോ അസഹിഷ്ണുതകളോ ഇല്ല. മറിച്ച് ഞങ്ങൾ ആ സമയത്ത് തന്നെ എല്ലാ പ്രശ്നങ്ങളും വളരെ യോജിച്ച രൂപത്തിൽ തീർത്ത് ഫീൽഡിലേക്ക് വരും. ജോസിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിൽ CPI-ക്ക് കടുത്ത അതൃപ്തിയുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇത് പ്രതിഫലിച്ചാൽ ഫലത്തെ വരെ ബാധിച്ചേക്കാം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാഞ്ഞിരപ്പള്ളി ഉൾപ്പെടെയുള്ള സീറ്റുകളിലും ഇതേ തർക്കം ആവർത്തിക്കാനാണ് സാധ്യത. ന്യൂസ് 18 കോട്ടയം. തൃശൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പേയ്മെന്റ് സീറ്റുകൾക്കെതിരെ പ്രമേയവുമായി KSU ജില്ലാ കമ്മിറ്റി. സ്ഥാനാർത്ഥിത്വത്തിന്റെ മാനദണ്ഡം പണമാകരുതെന്നും 3 പ്രാവശ്യം മത്സരിച്ചവരെ മാറ്റി നിർത്തി യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകാൻ നേതൃത്വം തയ്യാറാകണമെന്നും KSU ആവശ്യപ്പെട്ടു. ജില്ലയിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് KSU ജില്ലാ കമ്മിറ്റി പേയ്മെന്റ് സീറ്റുകൾക്കെതിരെ പ്രമേയം അവതരിപ്പിച്ചത്.
മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പുതിയ പരമാധ്യക്ഷനായി ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത സ്ഥാനമേറ്റു. തിരുവല്ല സഭാസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ബിഷപ്പുമാരും വൈദികരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. ചുമതലയേറ്റ ശേഷം സദസ്സിനെ അഭിസംബോധന ചെയ്ത മെത്രാപ്പൊലിത്ത മാനുഷിക വിഷയങ്ങളിൽ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ സഭ ജീർണതയിലേക്ക് പോകുമെന്ന് ഓർമ്മിപ്പിച്ചു. കുട്ടികൾക്കുള്ള താരാട്ടുമായി ഓസ്കർ